ഞാൻ വർഷങ്ങളോളം വെയിറ്റേഴ്സ് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാറില്ല. ദുബായിൽ നിന്ന് 2007 വന്നതിന് ശേഷം വെയിറ്റേഴ്സ് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാറില്ല. ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ അതിൽ ബുഫേ ഉണ്ടെങ്കിൽ കഴിക്കും. അല്ലാതെ വെയിറ്റേഴ്സ് കൊണ്ട് തന്നെ ഫുഡ് മാക്സിമം ഒഴിവാക്കാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ. കാരണം അത് നമ്മളെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും പോയിസണോ എന്തെങ്കിലും ഇടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെയിറ്റേഴ്സ് കൊണ്ട് തന്നെ ഫുഡ് ഞാൻ പോവാറില്ല. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലും പോകാറില്ല. പോവുകയാണെങ്കിൽ എന്തെങ്കിലും ബുഫേ ഉണ്ടെങ്കിൽ പോവും. അങ്ങനെയുള്ള ഇതിലേ ഞാൻ പോകാറുള്ളൂ. ഈ വെയിറ്റേഴ്സ് അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ ഞാൻ പോകാറില്ല. അതിപ്പോൾ എനിക്കൊരു പറ്റിയത് ആസ്റ്റർ മെഡ് സിറ്റിയിൽ 4 തവണ പോയി. അതൊരു നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒരു 1-2 റിലേറ്റീവ്സിൻ്റെ ഇതായിട്ട് അവിടെ പോയപ്പോൾ 3 തവണയും പ്രശ്നമുണ്ടായിരുന്നു. 4ാമത്തെ തവണ അവന്മാർ ദുബായിൽ കലക്കി തന്ന അതേ സാധനം അവന്മാർ ഇവിടെയും കലക്കി. നവംബർ 3-ാം തീയതി ആസ്റ്റർ മെഡ് സിറ്റി എന്ന് പറഞ്ഞാൽ കള്ളൻ, അവൻ ദുബായ് കള്ളനാണ്. ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു വസ്തുവിന് പോലും ഇല്ലാത്ത ഹോസ്പിറ്റലായിരുന്നു. അന്ന് വല്ല പനിക്ക് ചുമക്കുമ്പോൾ പോകാനല്ലാതെ ഒരു വാങ്ങാത്തിലേക്കും കൊള്ളില്ലാത്ത ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത് ആസ്റ്റർ എന്ന് പറഞ്ഞ്. ആ കച്ചറ ഹോസ്പിറ്റലിൽ ഒരു കച്ചറ പാരഗൺ റെസ്റ്റോറൻറ്റ് അതിൻ്റെ അകത്ത് നമ്മളവിടെ 3 തവണ പോയപ്പോൾ അന്ന് നമ്മൾ പോയപ്പോൾ മിക്കവാറും നമ്മളവിടെ വരുന്നവൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണാം. നമ്മൾ പോണോടത്തൊക്കെ ഉമ്മാർ പുറകെ കൂടെ ആളായിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി അവൻ അവിടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റേഴ്സിന് അവൻ്റെ ആളെ അവിടെ എത്തിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാറില്ല. എത്ര നല്ല റെസ്റ്റോറൻ്റ് ആണെങ്കിലും സിംഗിൾ വിസിറ്റേ മാക്സിമം പോകാറുള്ളൂ. അതായത് ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ സെക്കൻഡ് ടൈം പോകാറില്ല. കഴിഞ്ഞ റെസ്റ്റോറൻറ്റ് പോക്ക് കുറവാണ്. പോയാൽ തന്നെ രണ്ടാമത് പോകുമല്ലോ. ഇപ്പോൾ ഒരു തവണ വിസിറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ് രണ്ടാമത് പോകാറില്ല. ഇവിടെ 4 തവണ പോയി. അതൊരു ഞാൻ ഈ കഴിഞ്ഞ 25 കൊല്ലം ചെയ്ത ഏറ്റവും വലിയ ഫോൾട്ടായിരുന്നു അത്. 20 കൊല്ലം ചെയ്ത. അതുകൊണ്ട് ഇപ്പം നമ്മൾ 2.5 ആഴ്ചപ്പോഴും സഫർ ചെയ്യണം. വയറ് മുഴുവൻ ഡാമേജായി. അന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കിടന്ന പോലെ തന്നെ വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കിടക്കുക. ഈ പട്ടികൾ ഇത് ഗൾഫിൽ വെച്ചും ഇവിടെ വെച്ച് ചെയ്തവനും അവന് സഹായം ചെയ്തവനും അവന് എന്തെങ്കിലും രീതി അതിനും ഫോൺ വഴി പുറകെ അറേഞ്ച് ചെയ്ത് കൊടുത്തവനും അവൻ്റെ കുടുംബം അടക്കം കൊടലിൽ ക്യാൻസർ വന്നിയാവും. ആ ദുബായ് രാജാവും ദാവൂദ് ഇബ്രാഹിം ഡി കമ്പനിയും അവനും അവൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവനും കൊടലിൽ ക്യാൻസർ വന്നിയാവും. ഇതിനെ പിന്നിൽ ഈ ചെയ്തവനും ചെയ്യിപ്പിച്ചവനും 2002 2007 ഇപ്പം 2020 ചെയ്യിപ്പിച്ചവനും 2024 ഗ്രാൻഡ് ഹോട്ടലിലാണോ അത് ലുലുവിലാണ് ചെയ്തവനും അടക്കം കൊടലിൽ അവനും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവനും കൊടലിൽ ക്യാൻസർ. ഇവൻ്റെ പുറകെ ഇവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇതിക്കടെ മൊബൈൽ ഫോണുമായിട്ട് നടക്കണവനും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവനും ക്യാൻസർ വന്നിയാവും. കൊടലിൽ ക്യാൻസർ വന്നിയാവും.